ഭാഗത്ത് വീട് കത്തി നശിച്ചു. 2-ാം വാർഡിലാണ് വീട് കത്തി നശിച്ചത്. അമ്മയാർനട പറശ്ശേരി കർമ്മലിയുടെ വീടാണ് കത്തി നശിച്ചത്. ഇവർ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. ഇതിനോട് ചേർന്നുള്ള മുറിയിൽ താമസിച്ചിരുന്ന കർമ്മലിയെയും കിടപ്പ് രോഗിയായ ഭർത്താവ് ശങ്കറിനെയും 2 ദിവസം മുൻപ് മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞാൻ മോളെ പഠിപ്പിച്ചിട്ടുണ്ടാ. അന്നേരം തുണി കരിയുന്ന സ്മെല്ല് വന്നപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മക്കളെ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഞങ്ങൾ അടുക്കളയിലപ്പോൾ ഒരു പാടമൊന്നുമില്ല. തിരിച്ച് ഞങ്ങൾ വാതിക്ക് വന്ന് നോക്കിയപ്പോൾ ആ റൂമിൽ ഭയങ്കരമായിട്ട് തീയും അങ്ങനെ ആൾ കത്തി. അങ്ങനെ ആ അമ്മ ചെന്ന് നോക്കിയപ്പോൾ നല്ലപോലെ കത്തി തീയ. പെട്ടെന്ന് വെള്ളം കോരി ഒഴിച്ച് അണിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ അമ്മ റോഡിലോട്ട് ഇറങ്ങി. ഞാൻ അന്നേരം എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു ഇളയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എളുപ്പം വന്ന് ഗ്യാസ് കുറ്റിയുടെയും കുറ്റി ഓഫ് ചെയ്ത് ഫ്രിഡ്ജ് ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് അമ്മ എളുപ്പം റോഡിൽ പോയി നിന്ന് അവിടെ നിന്ന് ആ ചേട്ടന്മാരെല്ലാവരെയും വിളിച്ചുകൊണ്ട് നടത്തുങ്ങൾ ഓടി വരികയും പിന്നെ ഇതിലെ കൂടെ പോയ ഒരു ചേട്ടൻ എനിക്ക് ചേട്ടനെ അറിയത്തില്ല. ആ ചേട്ടനെ ഫയർ എഞ്ചിനെ വിളിക്കുകയൊക്കെ ചെയ്തത്. ചവറ തെക്കുംഭാഗം 2-ാം വാർഡിൽ അമ്മയാർനട പറശ്ശേരി വീട്ടിൽ കർമ്മലി വാടകയ്ക്ക് നൽകിയിരുന്ന വീടാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വാടകയ്ക്ക് നൽകിയ വീടിനോട് ചേർന്നുള്ള കർമ്മലിയും ഭർത്താവ് കിടപ്പ് രോഗിയായ ശങ്കറും കഴിഞ്ഞു വന്നത്. 2 ദിവസം മുമ്പ് മകൻ വന്ന് കർമ്മലിയെയും ഭർത്താവിനെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. പ്രാർത്ഥനയ്ക്കായി വെച്ചിരുന്ന മെഴുകുതിരിയിൽ നിന്നും തീ പടർന്നാണ് വീട് കത്തി നശിച്ചതെന്നാണ് സൂചന. സംഭവിച്ചത് മക്കളെ മെഴുകുതിരി കത്തിച്ചതിനകത്ത് വെച്ച് അവര് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇവിടെ ഇല്ല അപ്പുറത്തുനിന്ന് മോടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നപ്പോഴേ അവരെ ഇങ്ങോട്ട് കഥ പറഞ്ഞു. അവരങ്ങനെ ഇറങ്ങത്തില്ല. ഇറങ്ങി വന്ന് എന്നോട് ഇവിടെ ഇരുന്ന് ഇച്ചിരി ഒരു 10 മിനിറ്റ് പോലും ആയില്ല. കാര്യം പറഞ്ഞു. അന്നേരം എൻ്റെ മരുമോളും മൂത്ത കൊച്ച് 7-ലാണ് പഠിക്കുന്നത്. അന്നേരം എൻ്റെ മൂത്ത മോള് കൊച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നതായിരുന്നു അവിടെ. അന്നേരം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് ചോദിച്ച് അമ്മൂമ്മ ഒരു തീ മണത്തിൻ്റെ പുക വരുന്നു. അത് അമ്മൂമ്മ കയറി. ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് ഈ അസുഖമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുക പിടിക്കാൻ ഒത്തില്ല മക്കളെ, എൻ്റെ മൂക്കിൽ വന്നില്ല. ഞാൻ പറഞ്ഞു മക്കളെ അമ്മൂമ്മ ഇതൊന്നും കേട്ടില്ല. കുഞ്ഞ് എന്നില്ല കഥവിൻ്റെ വാതിൽ നോക്കിയപ്പോഴേ അതിനകത്ത് തീ പിടിക്കും. ഭയങ്കര തീയായ പുക വന്ന്. അപ്പോഴത്തെ അവർ പറഞ്ഞു ഇച്ചിരി വെള്ളം ഞങ്ങൾക്ക് കയ്യും കാര്യം. എൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് പറഞ്ഞ് മക്കളുമാരെ നിങ്ങളങ്ങ് പഠിക്കും. ഒന്ന് 4 വയസ്സുള്ള ഒരു മോളും 7 വയസ്സുള്ള ഒരു മോളും എൻ്റെ മോനെ. ഞങ്ങൾ കൂലിവേല ചെയ്ത് ജീവിക്കും. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഈ മുറിയിലുണ്ടായിരുന്ന പാചകവാത സിലിണ്ടറുകളിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ചു. ഇതോടെ നാട്ടുകാരും ഓടിക്കൂടി. നാട്ടുകാർ ഇടപെട്ടാണ് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. തുടർന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. 2 വീടുകളിലുമായി 4 പാചകവാതക സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. ഇവ വേഗം നീക്കം ചെയ്യാൻ സാധിച്ചതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ, രേഖകൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. അലമാരയിലുണ്ടായിരുന്ന സ്വർണമാലയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചവറയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മാലയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയെങ്കിലും ലഭിച്ചില്ല. എന്നാൽ പിന്നീട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും തെരച്ചിലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ സ്വർണമാല കണ്ടെത്തി. തെക്കുംഭാഗം സ്വദേശികളായ രാജേഷ് കുമാറും ഭാര്യയും അമ്മയും 2 മക്കളുമായിരുന്നു ഇവിടെ വാടകയ്ക്ക് കഴിഞ്ഞു വന്നത്. ഇവരെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. തെക്കുംഭാഗത്തു നിന്നുള്ള പോലീസ് സംഘവും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇത് ഒറ്റ വീടായിട്ട് 2 റൂം 2 വാതില. മെയിൻ വാതിൽ 2 എണ്ണമാണ്. ഒന്ന് അമ്മ താമസിക്കുന്നത്, ഒന്ന് നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ വേണ്ടി ഇങ്ങനെ വാടകയ്ക്ക് തന്നേപ്പോൾ ഞങ്ങൾ 5 പേരെ ഇതിനകത്ത് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും അമ്മയും 2 മക്കളും 2 പെൺമക്കളുമായിട്ടാണ് താമസിക്കുന്നത്. ആ അമ്മ ഒറ്റയ്ക്കതിനകത്ത്. അവിടെ ഉണ്ടായിരുന്നു. ആ അച്ഛനെ അങ്ങ് കൊണ്ടുപോയി. ആ ഇളയ മോടെ വീട്ടിൽ കൊണ്ടുപോയി. ഈ അമ്മ അച്ഛൻ കിടക്കുന്ന രോഗിയാണ്. ആ അച്ഛനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അച്ഛനുണ്ടായിരുന്നു തീർന്നേനെ. ആ അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എടുത്തുകൊണ്ട് ഓടാനൊന്നും. ആ അമ്മയ്ക്ക് തന്നെ കാല് വയ്യാത്ത ആ അമ്മ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അമ്മയ്ക്ക്. ന്യൂസ് ബ്യൂറോ, ചവറ.